ജയദേവൻ നമ്മോടൊപ്പം ഉണ്ട്. ഡോക്ടർ രാജീവ്, കേരളത്തെ സംബന്ധിച്ച് ഈ ഇതുപോലെയുള്ള രോഗങ്ങൾ പുതുമയുള്ളതല്ല എങ്കിലും അമീബിക് മസ്തിഷ്ക ജ്വരം ഉയർന്ന മരണസാധ്യതയുള്ള രോഗമാണ്. 7 മരണം ഈ മാസം റിപ്പോർട്ട് ചെയ്യപ്പെട്ടു എന്നുള്ളത് കുറച്ച് ആശങ്കയുണ്ടാക്കുന്ന കണക്കാണല്ലോ. എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത്? ഈ മസ്തിഷ്ക ജ്വരം അല്ലെങ്കിൽ മെനിങ്കോ എൻകെഫലൈറ്റിസ് എന്നുള്ളത് വളരെ സാധാരണ കാണുന്ന ഒരു പ്രശ്നം തന്നെയാണ്. മസ്തിഷ്ക ജ്വരം, മെനിഞ്ചൈറ്റിസ് അല്ല, മസ്തിഷ്ക ജ്വരം, ബ്രെയിനിനെ ഇൻഫെക്ട് ചെയ്യുന്ന ഒരു സംഭവം. അത് ബാക്ടീരിയയും വൈറസും മൂലമാണ് സാധാരണ ഉണ്ടാകുന്നത്. അത് ഇന്ത്യയിൽ ആകമാനം ഒരു വർഷം നോക്കിക്കഴിഞ്ഞാൽ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നതിന് 10,000-ലധികം കേസുകളാണ്. അതിൽ വളരെ ഒരു ചെറിയ ശതമാനം മാത്രമാണ് ഈ അമീബ മൂലം ഉണ്ടാകുന്നത്. എന്നാൽ ഈ ഇന്ത്യയിൽ ആകമാനം ഈ അമീബയ്ക്ക് വേണ്ടിയിട്ടുള്ള പരിശോധനകൾ എത്രത്തോളം ചെയ്യുന്നുണ്ട് എന്നുള്ളത് സംശയമാണ്. അതിന് കാരണം ഞാൻ പറയാം. ഇപ്പൊ ഇത് ആദ്യമായിട്ട് കണ്ടെത്തുന്നത് വെസ്റ്റ് ബംഗാളിലാണ് 1971. അന്ന് അവിടെയുള്ള ഡോക്ടർമാർ ഇത് അന്വേഷിച്ചത് കൊണ്ട് മാത്രം കണ്ടെത്തിയ ഒരു സംഭവമാണ് അന്ന് 1971 റിപ്പോർട്ട് ചെയ്തത്. അന്ന് ആ 2 രോഗികളും ജീവനോടെ രക്ഷപ്പെട്ടു എന്നാണ് വായിക്കാൻ കഴിയുന്നത് ജേർണൽസിൽ. അപ്പോൾ കേരളത്തിലെ സ്ഥിതി ഇപ്പോൾ ഇതേപ്പറ്റിയുള്ള അവയർനെസ് ഉള്ളത് കൊണ്ട് ഈ മസ്തിഷ്ക ജ്വരത്തിന്റെ ലക്ഷണങ്ങളുമായി വരുന്ന രോഗികൾക്ക് അമീബയുടെ പ്രത്യേക പരിശോധന ചെയ്യണം എന്ന് നിഷ്കർഷിച്ചിട്ടുള്ളത് കൊണ്ടും ഇതേപ്പറ്റിയുള്ള അവബോധം ഡോക്ടർമാർക്കിടയിൽ ഉള്ളത് കൊണ്ടുമാണ് നമുക്കിത് കൂടുതൽ കണ്ടെത്താനാകുന്നത്. അപ്പോൾ ഇത് അതിനർത്ഥം ഒരുപക്ഷെ നേരത്തെ തന്നെ അമീബിക് മസ്തിഷ്ക ജ്വരം മൂലമുള്ള മരണങ്ങൾ ഉണ്ടായിരുന്നിരിക്കാം. അത് ഐഡന്റിഫൈ ചെയ്യപ്പെടുന്നത്, ഈ തരുണത്തിൽ ഐഡന്റിഫൈ ചെയ്യപ്പെടുന്നത് ഇപ്പോഴാണ് എന്നാണോ? അതാണ് ഇതിന്റെ വ്യാഖ്യാനം. കാരണം മസ്തിഷ്ക ജ്വരം എന്ന് പറയുന്നത് വളരെ സങ്കീർണമായിട്ടുള്ളതും മോർട്ടാലിറ്റി അല്ലെങ്കിൽ രോഗി പൂർണ്ണമായും സുഖപ്പെടാത്ത അവസ്ഥ ഉണ്ടാകുന്നതുമായിട്ടുള്ള ഒരു പ്രശ്നമാണ്. അപ്പോൾ കണക്കുകൾ പറയുന്നത് ഉദ്ദേശം 70% കേസുകളിലും കൃത്യമായിട്ട് എന്താണ് ഈ മസ്തിഷ്ക ജ്വരം ഉണ്ടാക്കിയത്, ഏത് സൂക്ഷ്മാണുവാണ്, ഏത് രോഗാണുവാണ് ഇതിൽ ഒരു വ്യക്തിയുടെ കേസിൽ ഉണ്ടായത് എന്ന് പറയാൻ ബുദ്ധിമുട്ടാണ്. അതിന് സാങ്കേതികമായിട്ടുള്ള പല തടസ്സങ്ങളുമുണ്ട്. കാരണം 100-ലധികം അണുക്കൾ ഈ പ്രശ്നം ഉണ്ടാക്കുന്നുണ്ട്. 100-ലധികം ഈ ഓർഗാനിസംസ് അല്ലെങ്കിൽ രോഗാണുക്കൾ. അതിൽ തന്നെ എല്ലാ ഓർഗാനിസത്തിനെയും നമുക്ക് കണ്ടെത്താനുള്ള എല്ലാവരിലും ആ പരിശോധനകൾ നടക്കാത്തത് കൊണ്ടാണ്. അതുകൊണ്ട് നമുക്ക് ഇപ്പോൾ ഈ കഴിഞ്ഞ 2-3 വർഷങ്ങളായിട്ട് കേരളത്തിൽ ഒരുപാട് കേസുകൾ അല്ലെങ്കിൽ കൂടുതൽ കേസുകൾ കാണപ്പെടുന്നതിന്റെ പ്രധാന കാരണം ഇത് തന്നെയാണ്. അപ്പോൾ താങ്കൾ പറഞ്ഞതുപോലെ ഇത് മുൻകാലങ്ങളിലും രാജ്യവ്യാപകമായിട്ടും ഇന്ത്യക്കകത്തും പുറത്തും എല്ലാം തന്നെ മസ്തിഷ്ക ജ്വരം ബാധിച്ച് മരിച്ച അല്ലെങ്കിൽ അങ്ങനെ മസ്തിഷ്ക ജ്വരം പിടിപെട്ട വ്യക്തികൾ നല്ലൊരു പങ്ക് പേർക്കും ഒരുപക്ഷെ അമീബ ആയിരുന്നിരിക്കാം. കാരണം ഈ അമീബ എന്നുള്ളത് നമ്മൾ ആദ്യം കേട്ടതുപോലെ കുളത്തിൽ മാത്രമുള്ള ഒരു ജീവിയല്ല. നമ്മുടെ സാധാരണ പൈപ്പ്, നമ്മുടെ വെള്ളം ഒഴുകുന്ന പൈപ്പിനുള്ളിലെല്ലാം ഉള്ള വഴുവഴുപ്പുണ്ട്. ഈ വഴുവഴുപ്പിനുള്ളിൽ പല സൂക്ഷ്മജീവികളും ജീവിക്കുന്നുണ്ട്. ബാക്ടീരിയകളുണ്ട്, ഫംഗസ് ഉണ്ട്, അമീബകളുണ്ട്. അമീബകൾ തന്നെ അനവധി തരമുണ്ട്. അതിൽ 3-4 ഇനങ്ങളാണ് സാധാരണഗതിയിൽ ഈ ഒരു രോഗത്തിന് കാരണമാകുന്നത്. എന്ന് വെച്ചാൽ എല്ലാ പൈപ്പിലും ഉണ്ട് എന്ന് അർത്ഥമാക്കുന്നില്ല. ഇത് നമുക്ക് ചുറ്റും പരിസ്ഥിതിയിലുള്ള ഒരു ജീവി ആയതിനാൽ മൂക്കിനുള്ളിലേക്ക് പ്രത്യേകിച്ചും ശക്തമായിട്ട് വെള്ളം ഒഴുക്കുമ്പോഴാണ് ഈ അണുബാധയ്ക്കുള്ള സാധ്യത ഉണ്ടാകുന്നത്. മൂക്കിൽ വെള്ളം പോയാൽ എല്ലാവർക്കും വരുമെന്നില്ല. എങ്കിലും മൂക്കിൽ വെള്ളം പോയി കഴിഞ്ഞാൽ ഏതെങ്കിലും കാരണവശാൽ മൂക്ക് കഴുകുകയോ അല്ലെങ്കിൽ മൂക്കിലേക്ക് വെള്ളം വലിച്ചെടുക്കുകയോ അല്ലെങ്കിൽ അബദ്ധത്തിൽ മൂക്കിനുള്ളിലേക്ക് വെള്ളം ഉള്ളിലേക്ക് തള്ളിക്കയറുകയോ ചെയ്യുമ്പോഴാണ് ഇതിന്റെ റിസ്ക് ഉണ്ടാകുന്നത്. എല്ലാവർക്കും വരുന്നില്ലെങ്കിലും ആ റിസ്ക് കുറയ്ക്കണമെങ്കിൽ ഈ ഒരു അമീബയ്ക്കുള്ളിൽ കയറാനുള്ള വഴി അടയ്ക്കുക എന്നുള്ളതാണ് നമുക്ക് ചെയ്യേണ്ടത്. അതിനൊരു അവസരം കൊടുക്കാതിരിക്കുക. തീർച്ചയായും ആ ഒരു മാർഗത്തിലൂടെ മാത്രമേ ഈ രോഗബാധ ഉണ്ടാവൂ എന്നുള്ളത് 100% സ്ഥിരീകരിക്കപ്പെട്ട വസ്തുതയാണോ? ഇത് ഞാൻ പറയുന്നത് ലോകവ്യാപകമായിട്ടുള്ള ശാസ്ത്രീയ പ്രബന്ധങ്ങളുടെ ഒറ്റവാക്കുള്ള വിശകലനമാണ്. മറ്റൊരു വഴിയിലൂടെ ഈ അമീബ ഉള്ളിൽ കയറുമോ എന്നുള്ളത് പ്രസിദ്ധീകരിക്കപ്പെട്ടിട്ടില്ലെങ്കിലും പല അഭ്യൂഹങ്ങളും നിലവിലുണ്ട്. ഉദാഹരണത്തിന് നമ്മുടെ ശരീരത്തിൽ ആഴത്തിലുള്ള ഒരു മുറിവുണ്ട്. ആ മുറിവിലേക്ക് മലിനമായ വെള്ളം കയറുകയാണെങ്കിൽ അതിൽ ജീവികളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ബാക്ടീരിയകൾ അതിനകത്ത് കയറും. അമീബയ്ക്കും കയറി കൂടാകുകയില്ല. ഇങ്ങനെയുള്ള ടെക്നിക്കൽ ആയിട്ടുള്ള സാധ്യതകൾ ഉണ്ടെങ്കിലും പ്രബന്ധങ്ങൾ പറയുന്നത് മൂക്ക് വഴി, അതായത് ബ്രെയിനിലേക്കുള്ള ഏറ്റവും എളുപ്പ വഴി മൂക്കിന്റെ ഏറ്റവും മുകളുടെ നിലയിലുള്ള ഒരു ചെറിയ അസ്ഥിയുണ്ട്. ആ അസ്ഥി തുളയ്ക്കാൻ വളരെ എളുപ്പമാണ്. കാരണം നമ്മുടെ ചെറുവിരലിന്റെ നഖത്തിന്റെ വലുപ്പം മാത്രമുള്ള നേർത്ത അസ്ഥിയാണ്. അതുകൊണ്ട് തലച്ചോറിന് ഏറ്റവും അടുത്തെത്താൻ കഴിയുന്നത് തീർച്ചയായിട്ടും മൂക്ക് വഴിയാണെന്നുള്ളത്
വ്യക്തമാണ്. മാത്രമല്ല മൂക്ക് കഴുകുന്ന വ്യക്തികൾക്ക് ഇത് പിടിപെട്ടതായിട്ട് അമേരിക്കയിൽ നിന്നും മറ്റുമുള്ള പബ്ലിക്കേഷൻസ് അത് തെളിയിക്കുന്നുമുണ്ട്.